ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നോക്കാം. ഓക്കെ, നോക്കാം. കാർഡ് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഹെർമിറ്റ്, നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഇന്ന് പെൻറ്റക്കിൾസ് കൂടുതലാണല്ലോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. പിന്നെ ഡബിൾ ഉണ്ട്. ഡബിൾ എണ്ണാച്ചി ഉണ്ട് മക്കളെ. ഡബിൾ ഉണ്ട്. നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ജഡ്ജ്മെൻറ്റ്. നെക്സ്റ്റ് ഫൂൾ കാർഡ് ഉണ്ട്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് മൂൺ കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ്. ബോട്ടം വന്നേക്കുന്നത് ഹീറോഫിൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ ഹെർമിറ്റ്, നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ഡബിൾ, 5 ഓഫ് പെൻറ്റക്കിൾസ്, ജഡ്ജ്മെൻറ്റ്, ദ ഫൂൾ ആൻഡ് ദ മൂൺ. പിന്നെ ബോട്ടം വന്നേക്കുന്ന ഹീറോഫിൻ. ഇത്രയാണ് കാർഡ്സ് വന്നേക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ പറയുന്ന കാർഡുകൾ മാറിപ്പോകുന്നുണ്ട്. 8 ഓഫ് സോഡിന് വരെ 9 ഓഫ് സോഡെന്നോ 8 ഓഫ് വാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എക്സ്പ്ലനേഷൻ ശരിയാണ്, പക്ഷേ കാർഡിൻ്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹെർമിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ഒരു എന്തൊരു ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോകുമല്ലോ. അപ്പോൾ പോകുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഞാനത് ഡെലിബറേറ്റായിട്ട് പറയുന്നതാണ്. പള്ളിയിലോ നിങ്ങൾ എവിടെയാണോ ആരാധനാലയം അവിടെ പോകുമല്ലോ. പോകുമ്പോൾ നിങ്ങൾ അവിടെ കുറച്ച് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പാരായണം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കൈ നോക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നതാണ്. പക്ഷേ അവർ നമ്മുടെ കൈയൊക്കെ നോക്കിയിട്ട്, കൈ നോക്കണ്ട, നമ്മളതിലെ പോകുമ്പോൾ തന്നെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ ഇവർക്ക് എങ്ങനെ ആയിരിക്കും ഇത് അറിയാൻ പറ്റുന്നതെന്ന്. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഇൻഡ്യൂഷൻഡ് ആയപ്പോൾ, കുറച്ചും കൂടെ നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആയപ്പോൾ നമുക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചില കുട്ടികളെ കാണുമ്പം അവരുടെ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ അവരെൻ്റെ അടുത്ത് അത്ഭുതത്തിൽ അയ്യോ ഇതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ എനിക്ക് എങ്ങനെ ഇതൊക്കെ പറ്റിയെന്ന്. കാരണം നമുക്ക് പണ്ട് നമ്മളൊക്കെ അതിശയത്തോട് കണ്ടിരുന്ന കാര്യങ്ങളാണിപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കാണുമ്പം നമുക്ക് പെട്ടെന്ന് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ഇൻഡ്യൂഷനൊക്കെ ശരിയാണെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂഷൻ്റെ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഇന്ന ദിവസം കാണാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ സ്പിരിച്വലി ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാളെ നിങ്ങളിന്ന് കണ്ടുമുട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൂടെ ആ വ്യക്തിയുമായിട്ടുള്ളൊരു സമ്പർക്കം, അവരുമായിട്ട് സംസാരിക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, അദ്ദേഹം പറയാനുള്ള കുറേ ഗൈഡൻസ് കേൾക്കുക. അതിനൊക്കെ ശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നിങ്ങളുടെ തന്നെ നിലപാടുകളെ, നിങ്ങളുടെ തന്നെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഹെർമിറ്റ് എനർജി. അപ്പം ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്, നേരെ കാണാൻ. ഇപ്പം വിർച്വലായിട്ട് യൂട്യൂബിലൂടെ കാണുന്ന കാര്യമല്ല പറയുന്നത്, നേരിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണാനോ അവരിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ജീവിത പാഠം കിട്ടാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടും കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിന്തയിലുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടായിരിക്കും ചുറ്റും, പക്ഷേ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇമോഷണലി മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരേണ്ടത് എന്ന് നിങ്ങൾക്കൊരു അനുഭവം അല്ലെങ്കിൽ ഒരു പാഠം പറഞ്ഞു തരുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം ആയിരിക്കാം.
അതൊരു ജെൻഡർ ഞാൻ പറയുന്നില്ല, ആണാവാം പെണ്ണാകാം, അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നാൽ എന്നും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. മറ്റുള്ളവരെ നിങ്ങളുടെ ഒരു ഓറയിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും അധികകാലം ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, മറ്റുള്ളവരിലേക്ക് നിങ്ങളെങ്ങനെ ചെന്ന് അവരിലൊരു നിങ്ങളുടെ ഒരു സ്വത്തും മറ്റൊരാളുടെ ഓറയിൽ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. അതായത് മറ്റൊരാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം എങ്ങനെ ഉണ്ടാക്കണം, സട്ടിലായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഇന്ന ദിവസം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് നാളുകളെ കാത്തിരിക്കുന്ന ചില ആളുകൾ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ട് കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഹൈലി ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാണാൻ കൊതിച്ചിരുന്ന ഒരാളായിരിക്കാം. പഴയ കാലത്ത് നിന്ന് നിങ്ങളുടെ കുഞ്ഞുനാളിലെ കണ്ട് മറന്നുപോയ ഒരാളായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കാം. ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച ഒരാളായിരിക്കാം. അങ്ങനെ ഒരാളെ ചിലപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് അവിടെ വെച്ച് കാണുന്നതായിരിക്കും. അപ്പം നമ്മൾ ഓടിപ്പോയി അവരോട് അയ്യോ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു ഒക്കേഷനൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ, നിങ്ങളുടെ സ്വത്വത്തിനെ നിങ്ങൾ മറ്റൊരാളിലേക്ക് ഇംപ്രിൻ്റ് ചെയ്യുന്ന ഒരു ദിവസം പോലെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വരട്ടെ. അവർ വരുമ്പോൾ നിങ്ങൾ സൗഹാർദ്ദമായിട്ട് അവരെ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. നെക്സ്റ്റ് പേജ് ഓഫ് വാൺസ് ആണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാരണം ഈ 3 കാർഡുകളും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നൊരു കാർഡാണ്. അപ്പോൾ അതുമല്ല ഈ കാർഡ്സ് എല്ലാം അങ്ങോട്ടാണ്, ഈ കാർഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് എന്തോ തരാൻ വേണ്ടിയിട്ട്, മുമ്പ് എപ്പോഴോ നിങ്ങൾക്ക് തരാൻ മറന്നു പോയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്തോ ഒരു കാര്യവുമായിട്ട് ഇന്ന് ഒരാൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു കോളിലൂടെ എങ്കിലും നിങ്ങൾ അങ്ങനെ ഒരാളുടെ കാര്യം ഇന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റുമെന്നാണ്. അതായത് മുമ്പെന്നോ നിങ്ങളുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടെന്നോ തരണമെന്ന് വിചാരിച്ചൊരു കാര്യം തരാൻ പറ്റാതെ പോയ ഒരാൾ നിങ്ങളോട് അതൊരു നല്ല കോംപ്ലിമെൻ്റ് ആയിരിക്കാം, നല്ലൊരു വാക്കായിരിക്കാം, നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കാം, ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അതൊന്നുകിൽ ഒരു വ്യക്തി അയാളുടെ ഇഷ്ടമോ അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ള നല്ല വാക്കുകൾ നിങ്ങളോട് പറയുന്നതായിരിക്കാം, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയുന്നതായിരിക്കാം, മിസ് യു എന്നെങ്കിലും പറയുന്നതായിരിക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു സാധനം, വിലപിടിപ്പുള്ളൊരു സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കാം. നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ഏറെ നാൾ കാത്തിരുന്ന ഒരു മൂല്യമുള്ള ഒരു വസ്തു നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പം സമ്മാനമായിട്ട് എന്തെങ്കിലും, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് സമ്മാനങ്ങൾ കിട്ടുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട്, ഇപ്പം ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ എനിക്കൊരു ഉണ്ണിയപ്പം തരണേന്ന് പറയുമ്പോൾ ഉണ്ണിയപ്പം കിട്ടുമെന്നും, എനിക്ക് ഇച്ചിരി പായസം തരണേന്ന് പറയുമ്പോൾ പായസം കിട്ടുമെന്നൊക്കെ സർപ്രൈസിംഗ്ലി കിട്ടുന്നതല്ലേ. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ഇന്ന ദിവസം ഒരു സമ്മാനം പോലെ വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അത് പണം കാത്തിരിക്കുന്ന കുറേ ആളുകളായിട്ടും കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണം നിങ്ങളിലേക്ക് എപ്പോഴോ വരേണ്ട പണമാണ്. അത് വൈകിയാണ്, ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല. ഇന്നേ ദിവസം അത് നിങ്ങളുടെ കയ്യിലെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പണം വന്ന് കിട്ടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വൈകിപ്പിച്ചിട്ടുള്ള പണമാണ്. ഇത് സ്ലോയിങ് ഡൗണിൻ്റെ കാർഡാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എത്രയോ നാൾ കൊണ്ടേ വെയിറ്റ് ചെയ്യിപ്പിച്ചാണ് അവസാനം ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത്. ഇതെങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നോക്കിയേ. ഈ ഒരുപാട് എഫേർട്ട് എടുത്ത് ജോലി ചെയ്ത് സമ്പന്നത സൃഷ്ടിച്ചിട്ട് അതിൻ്റെ എഫേർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ലേഡിയിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾക്ക് ഇന്ന് വന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അത് ഇരട്ടി മധുരമായിരിക്കും. കാരണം നിങ്ങൾ എപ്പോഴോ കിട്ടേണ്ട കാര്യം കിട്ടാതെ കാത്തിരുന്നത് നേടുന്നതിൻ്റെ ഒരു സന്തോഷം അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു റിസൾട്ടൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളെ വിദേശത്തേക്കൊക്കെ പോകാനുള്ള ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ റെഡിയായി എന്ന് കേൾക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പരിശ്രമിച്ചിരുന്ന എന്തോ ഒരു കാര്യം വിജയിച്ചു എന്നറിയുന്നതാവാം. ഒരു ഹോസ്പിറ്റലിലെ റിസൾട്ട് നെഗറ്റീവായി എന്നറിയുന്നതാവാം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നു എന്നാണ്. നിങ്ങൾ ഒരുപാടായി കാത്തിരുന്ന ഒരു കാര്യത്തിന് ഫലം കിട്ടുന്നു എന്നാണ് കേട്ടോ. ഇവിടെ വീണ്ടും 9 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നിങ്ങൾ എപ്പോഴേ എടുത്ത ഒരു എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം വന്ന് കിട്ടുന്നു എന്നാണ് പറയുന്നത്.
നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കുമെന്നാണ്. വളരെ ഹാപ്പിനെസ്സിലിരിക്കുന്നു, വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് ഈ 9 ഓഫ് പെൻറ്റക്കിളും പറയുന്നത്. അടുത്തത് എന്താണ്, അപ്പോൾ ഡബിൾ കാർഡാണ്. അപ്പം ഡബിൾ കാർഡിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് 5 ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്, അതുപോലെ ഹെർമിറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ കാർഡ് പറയുന്നത് ഒന്ന് നമുക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻ ഉണ്ടാവുക, ഒബ്സഷൻ ഉണ്ടാവുക എന്നൊക്കെയാണ്. ചില കാര്യങ്ങളോട് നമുക്ക് വല്ലാത്ത അഭിനിവേശം തോന്നുക, അഡിക്ഷൻ, പൊസഷൻ, ഒബ്സഷൻ എന്നൊക്കെ പറയുന്ന കാര്യമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻ തോന്നുന്ന ഒരു ദിവസമായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റുള്ളവർ കൈ കടത്തുന്നതാവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പോകണ്ട, മറ്റാരെങ്കിലും പൊക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേൽ മറ്റുള്ളവർ നടത്തുന്ന ഒരു കടന്നുകയറ്റമായിട്ടൊക്കെ അത് തോന്നാനും അവരെ നമുക്കൊരു പിശാചിനെ പോലെ, സാത്താനെ പോലെ തോന്നാനും സാധ്യതയുണ്ട്. ഇന്ന് മിക്കവാറും എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ, മിക്കവാറും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സാത്താന്മാരായിരിക്കും. അതാണ് ഡബിൾ എനർജി പറയുന്നത്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഒരു സാത്താനിസം എന്ന് കാണും കേട്ടോ. ചിലപ്പം മനുഷ്യനല്ലാതാവുന്നൊരു അവസ്ഥയിലേക്കൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നെക്സ്റ്റ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം മാനസികമായും ശാരീരികമായും നമുക്ക് വല്ലായ്മ തോന്നുക എന്നാണ്. അപ്പം അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില ചിന്തകൾ നിങ്ങളെ വന്ന് ഹോണ്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റാളുകളിലേക്കൊരു പൈശാചികത വരുന്നതായിരിക്കും. അവർ നിങ്ങളെ കോൺഫ്ലിക്റ്റഡ് ആക്കുന്നതോ വീട്ടിൽ വഴക്കുണ്ടാവുന്നതോ ആവാം. പിന്നെ എന്താണ്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. പിന്നെ നഷ്ടബോധം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഭ്രാന്ത് എടുക്കാമെന്ന് പറയത്തില്ലേ, അതും ആകാം കേട്ടോ. നമ്മൾ പറയത്തില്ലേ, എനിക്കങ്ങ് ഭ്രാന്ത് എടുത്തിട്ട് വയ്യാന്ന്, കാഷ്വൽ ടോക്കിൽ നമ്മൾ പറയത്തില്ലേ, കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയത്തില്ല. അത് നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്ത് പറയുന്ന വാക്കാണ് എനിക്ക് ഭ്രാന്ത് എടുത്തിട്ട് വയ്യാന്ന്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഡബിൾ കാർഡ് കാണുന്നത് കേട്ടോ. ഒന്നും അധികമായി പോകണ്ടാത്ത ഒരു ദിവസമാണ്. ഒബ്സഷനും അഡിക്ഷനും ഒന്നും അധികമായി പോകരുത്. കാരണം അത് പിന്നെ നമുക്ക് ഫിസിക്കൽ, മെൻ്റൽ, ഫിനാൻഷ്യൽ എയിൽമെൻറ്റ്സ് ഉണ്ടാക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും, സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും, ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ടാക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ജഡ്ജ്മെൻ്റലായിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം. നമ്മളെ ഇങ്ങനെ മാറി നിന്ന് നോക്കി അളന്ന് കുറിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ ചില ആളുകളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതും ആകാനും സാധ്യതയുണ്ട്. പിന്നെ ഇന്നലെ പെറ്റിയടിക്കുമോ, യൂണിഫോം ഫോഴ്സിനെ പേടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെറ്റിയടിച്ചു എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ളൊരു ജഡ്ജ്മെൻറ്റലാണ്. അപ്പോൾ സൂക്ഷിക്കുക. എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. ജഡ്ജ്മെൻറ്റിലാവാൻ സാധ്യതയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകളും CCTV സർവൈലൻസിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അത് സൂക്ഷിക്കുക. നെക്സ്റ്റ് ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു യാത്ര പോകുന്നുണ്ടെന്ന്, അത് തീർത്ഥാടനം പോലെയുള്ളൊരു യാത്രയാകാം, അല്ലെങ്കിൽ ഫാമിലി ഒത്തുള്ളൊരു ട്രിപ്പാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള കുറേ പ്രശ്നങ്ങൾക്ക് ഒരു സോൾവ് ആക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിനൊരു സമാധാനം കിട്ടാനോ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോകുന്നതാവാം. മോസ്റ്റ്ലി അതൊരു പിൽഗ്രിമേജ് പോലെയാണ് കാണുന്നത്, ഒരു തീർത്ഥാടനം പോകുന്ന പോലെയാണ് കാണുന്നത്. ചിലപ്പോൾ പള്ളിയിലോ അമ്പലത്തിലോ നിങ്ങൾ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു ക്ഷേത്രമോ പള്ളിയോ നേരത്തെ കണക്കൂട്ടി വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവുക. കിട്ടിയതെല്ലാം പെറുക്കിക്കൊണ്ട്, അതായത് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മാറിപ്പോയൊരു കാര്യം ഇന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് തന്നെ പോകുന്നതാകാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ടും അതൊരു ഹില്ലി ഏരിയയിലോ അല്ലെങ്കിൽ കുറച്ചൊരു ദൂരമുള്ളൊരു സ്ഥലം, കുറച്ചൊരു അഡ്വഞ്ചറസ് റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കായിരിക്കും പോകാൻ സാധ്യതയുള്ളത്. ഒരു യാത്ര എന്തായാലും ഉണ്ട്. ഇന്നൊരു യാത്രയുടെ കാർഡ് കുറേ കാർഡുണ്ട്. നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ ഫുൾ കാർഡും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. നെക്സ്റ്റ് മൂൺ കാർഡുണ്ട്. അപ്പോൾ മൂൺ കാർഡ് പറയുന്നത് മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇമോഷണലി ഒരു ഇൻസ്റ്റബിലിറ്റിയും ഒരു ഒറ്റപ്പെടലും ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ പേടിക്കുന്ന എന്തോ ഒരു കാര്യം, ചിലപ്പോൾ ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്. മൂൺ എനർജി ആയതുകൊണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പം മനുഷ്യനെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് തോന്നുക, നമുക്ക് മൂഡ് സ്വിങ്സ് തോന്നുക, നമുക്ക് ഒരു എന്താ പറയുന്നത്, തലയ്ക്കൊരു
ഒരു വെളിവില്ലായ്മ ഫീൽ ചെയ്യുന്ന ഒരു തോന്നലാണ് ഈ മൂൺ എനർജി എന്ന് പറയുന്നത്. അതായത് വെറുതെ ഇരിക്കുമ്പോൾ കരയുക, അതായത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ ഫീലിംഗ് വരുന്നതെന്ന് മനസ്സിലാവാത്ത വിധം നമ്മൾ പെട്ടെന്ന് ട്രോമാറ്റിക് ആയി പോകുന്നതുകൊണ്ടാണ് ഈ മൂൺ എനർജി വരുന്നത്. ഒരു ചെറിയ ഡിപ്രഷൻ, അതാണ് മൂൺ എനർജി പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് പോലെ തോന്നാനായിട്ട് സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ബോട്ടം നിൽക്കുന്ന ഹീറോഫിൻ്റെ കാർഡാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ മത മേലധ്യക്ഷന്മാരെയോ സാമുദായിക നേതാക്കന്മാരെയോ കാണാൻ പോകാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനത്തിന് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രതിഷ്ഠയിലേക്ക്, ചിലപ്പം ഈ ശബരിമലയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാത്തിരുന്ന് പോകത്തില്ലേ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് എവിടെയെങ്കിലും ഒരു പ്രതിഷ്ഠയിലേക്ക് കാണാൻ വേണ്ടി, ഒരു ദൈവത്തെ കാണാൻ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഹീറോഫിൻ്റെ കാർഡ് അത് പറയുന്നുണ്ട്. പിന്നെന്താ, അതുപോലെ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള മേഖലകളിലേക്ക് ഇപ്പം ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ട്രേഡിങ്ങോ മ്യൂച്വൽ ഫണ്ടോ SIP ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, ഫിനാൻസിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ഇന്ന് മാറിയിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ട് FDയോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേരാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനോ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു സ്പിരിച്വൽ ഗുരുവിനെ കാണാൻ സാധ്യതയുണ്ട്, ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹെർമിറ്റിൻ്റെ എനർജി, ഹീറോഫിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ്, സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആ കാർഡുകൾ രണ്ടും പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്തായാലും നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, അവരുമായിട്ട് സമ്പർക്കപ്പെടാൻ സംസാരിക്കാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് അവിടെ നിന്നൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാനും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണെന്ന് മൊത്തത്തിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. ജോലി കാത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ ആണെങ്കിലും, അതല്ല നേരിട്ടൊരു ഓഫർ ലെറ്റർ കിട്ടാനും, അല്ലെങ്കിൽ പേപ്പർ വർക്കുകളിൽ എന്തെങ്കിലും പെൻഡിങ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ അതെല്ലാം ക്ലിയർ ആയി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോബ് ഓഫർ വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പേഴ്സണെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നൈറ്റ് ഓഫ് കപ്പ് ഉണ്ട്, അവർ തിരിച്ചു വരുന്നുണ്ട്. പണം കാത്തിരിക്കുന്നവരാണെങ്കിൽ 2 കാർഡുണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും 9 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ലോസ് വരാനും സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട്. ഫിസിക്കൽ മെൻ്റൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കലി മോസ്റ്റ്ലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവാനൊക്കെ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജസ്റ്റ് പോയിട്ടൊരു പ്രഷർ ചെക്ക് ചെയ്യാനെങ്കിലും പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഡബിൾ എനർജിയും പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡബിൾ എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാകുന്നതോ ബ്ലഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഞാൻ തലകറക്കം ഉണ്ടെന്ന് പറഞ്ഞത് ഹാങ്ഡ്മാൻ്റെ എനർജി കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് രാവിലെ എഴുന്നേറ്റൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരാളുടെ വായിന്ന് കേട്ടു. എനിക്കാണെങ്കിൽ എൻ്റെ റീഡിങ് കാണുന്ന ഒരാളല്ല എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇരുന്നിട്ട് എണീറ്റപ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയപ്പോൾ ഞാൻ പെട്ടെന്ന് അന്തം വിട്ടുപോയി. ഞാനിപ്പോൾ റീഡിങ്ങിനകത്ത് പറഞ്ഞതേ ഉള്ളല്ലോ, എഴുന്നിട്ട് എണീക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുമെന്ന് പറഞ്ഞതേ ഉള്ളല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു. കാരണം അത് ഞാൻ തന്നെ കേട്ടു, അതേ സെൻറ്റൻസ്, ഞാൻ പറഞ്ഞ സെയിം സെൻറ്റൻസ് എൻ്റെ അടുത്ത് ഒരാളിങ്ങോട്ട് പറഞ്ഞു. അവരെൻ്റെ റീഡിങ് കാണുന്ന ആളല്ല. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. പിന്നെ കുറേ പേര് കമൻറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞത് ഭയങ്കര തലകറക്കമായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾ നിങ്ങളത് മനസ്സിലേക്ക് എടുക്കുന്നതായിട്ടും, കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പോയപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ വളരെ പതുക്കെയാണ് പോയത്, പുറകിൽ നിന്ന് വന്ന വണ്ടി ഇടിക്കുക ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ പറയുന്നതിനെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാകുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കാർഡുകൾ കാണുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട്, ഇപ്പോൾ ഡെവിൾ കാർഡ് ഉണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം. ഡെവിൾ കാർഡ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. നമുക്ക് ഡെവിൾ എനർജി ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ആ കാർഡ് പറയുന്നത്. അപ്പോൾ ആ കാർഡുകൾ കാണുന്ന ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അതിനെ ആ അവസ്ഥയിൽ തന്നെ എടുക്കണം. ഒരു കരുതലോടുകൂടി തന്നെ എപ്പോഴും മുന്നോട്ട് പോകണം. അത് കൂടുതൽ ഇൻടോക്സിക്കേഷൻ്റെ കാർഡാണ്. അഡിക്റ്റ് ആയിരിക്കുക, ചില കാര്യങ്ങളോട് അഡിക്ഷൻ തോന്നിയിട്ട് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാതിരിക്കുക, ശാരീരികമായിട്ട് നമ്മൾ കൊളാപ്സ്ഡ് ആവുക, അതൊക്കെ ഡെവിളിൽ വരുന്നതാണ് കേട്ടോ. ഈ ഡെവിളും മൂണും വന്നേക്കുന്നത് കൊണ്ട് പ്രകൃതി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അത് ഞാൻ ഹൃദയംഗമമായ നന്ദി അറിയിക്കുമായിരുന്നു. നിങ്ങളതൊക്കെ വന്ന് കമൻറ്റിൽ പറയുകയും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം.
ഏഞ്ചൽസ് വരുന്ന ഗൈഡൻസ് ഈ ഡെവിൾ എനർജി ഉള്ളതുകൊണ്ടേ, ഡെവിൾ എനർജി ഉള്ളപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിവീൽഡ് ആവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡെവിൾ എനർജി എന്ന് പറയുന്നത് ഒരു മേജർ അർക്കാന കാർഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും. അത് പക്ഷേ ഡിസ്റ്റൈൻഡ് ആണ്. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ആ സംഭവം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, യൂണിവേഴ്സിൻ്റെ തീരുമാനമാണത്. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുന്നത്. ഈ മൈനർ അർക്കാന കാർഡ്സൊക്കെ ഓരോ ദിവസവും വന്ന് മാറി മാറി പോകുന്ന എനർജീസാണ്. പക്ഷേ മേജർ അർക്കാന അങ്ങനെയല്ല. മേജർ അർക്കാന യൂണിവേഴ്സ് നേരത്തെ ഡിസ്റ്റൈൻഡ് ആണ്, അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ മേജർ അർക്കാന കാർഡ്സ് ആണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷേ മൈനർ അർക്കാന കാർഡ്സ് എനർജി ഷിഫ്റ്റിംഗ് വരുന്ന കാര്യമാണ്, ഓരോ ദിവസത്തെ ദൈനംദിനം ആണ്. അപ്പോൾ നമ്മൾ കാലാവസ്ഥ പറയുമ്പോൾ വെതർ എന്ന് പറയത്തില്ലേ, ദൈനംദിന ഇതെന്താണെന്ന് പറയുന്നതിന് മലയാളം എന്താ പറയുന്നത്, ഓരോ ദിവസത്തെ അന്തരീക്ഷസ്ഥിതി, ദിനാന്തരീക്ഷസ്ഥിതി, വെതർ. പക്ഷെ കാലാവസ്ഥ അങ്ങനെയല്ല. കാലാവസ്ഥ കുറേ നാളത്തേത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആവറേജ് പറയുന്നതാണ് കാലാവസ്ഥ. അതുപോലെയാണ് മൈനർ അർക്കാന ഡെയിലി എനർജി മാറും. കറണ്ട് എനർജി ഇപ്പോഴത്തതാണ്, അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ എനർജി ആയിരിക്കത്തില്ല. അപ്പോൾ കറണ്ട് എനർജി മാറുന്നത് പോലെയാണ് മൈനർ അർക്കാന കാർഡ്സ് വന്നാൽ പറയുന്നത്. പക്ഷേ മേജർ അർക്കാന കാർഡ്സ് ഡിസ്റ്റൈൻഡ് ആണ്, നേരത്തെ സംഭവിക്കാൻ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം യൂണിവേഴ്സായിട്ട് നടത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡെവിൾ എനർജി കാണുമ്പോൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ തേർഡ് പാർട്ടി നിങ്ങളെ കാണാനോ അവരുടെ ഒരു റെവലേഷനോ അവർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അതൊന്ന് കരുതിയിരിക്കണം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാഹചര്യവും ആയിരിക്കാം, വ്യക്തികളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ വില്ലൻ എന്താണോ അത് നമ്മളിലേക്ക് ചിലപ്പോൾ ഇന്ന് വന്ന് ചേരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് റീകൺസിഡർ എന്നാണ്. അപ്പോൾ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് പരിഗണിക്കാൻ പറയുന്നുണ്ട്. റീകൺസിഡർ ആണ് കേട്ടോ. നിങ്ങൾ ഓരോ ഏഞ്ചൽസ് മെസ്സേജ് എടുക്കുന്ന സമയത്ത് ഓരോ കാർഡിനും ഓരോ ചോദ്യം മനസ്സിൽ വിചാരിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ദർ ഈസ് എ സംതിങ് ബെറ്റർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം, അല്ലാത്തത് എന്നിൽ നിന്ന് മാറിപ്പോകണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ലേ. അപ്പോൾ ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങൾ തന്നെ അത് നിങ്ങൾക്കത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുവാണ് എനിക്ക് നല്ലത് മാത്രം വരണമെന്ന് പറയുമ്പോൾ അയ്യോ അതെനിക്ക് വേണ്ടതാണ്, പക്ഷെ അതെനിക്ക് നല്ലതല്ലാത്തത് കൊണ്ട് അത് എന്നേക്കുമായിട്ട് പോകുമെന്ന് നിങ്ങൾക്കൊരു പേടി കാണുമല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ആ സാഹചര്യം ആയാലും വ്യക്തി ആയാലും എന്ത് തന്നെ ആയാലും അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഘടകങ്ങളുണ്ട്, ആ ഘടകങ്ങളെല്ലാം പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ തിരിച്ചു വരണമെന്നാണ് നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദർ ഈസ് സംതിങ് ബെറ്റർ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടത് ബെറ്ററായിട്ട് നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ഈ സാധനം പൂർണ്ണമായിട്ട് പോയിട്ട് വേറൊരു സാധനം റീപ്ലേസ്മെൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലത് മാത്രം എന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക. എപ്പോൾ ഈ വീഡിയോ കാണുന്നോ, എപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്നോ അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോണം. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെന്നുണ്ട് താങ്ക് യു യൂണിവേഴ്സ് ഒരു പ്രാവശ്യമെങ്കിലും പറയണം കേട്ടോ. പിന്നെ നോ നീഡ് ടു വറി. നിങ്ങളിങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും, നിങ്ങൾക്ക് ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇത് പോകുമോ എന്ന് പേടിക്കണ്ട. യു ആർ നോട്ട് സപ്പോസ് ടു ബി വറീഡ്. നോ നീഡ് ടു വറി. നിങ്ങളൊന്നും പേടിക്കണ്ട, എല്ലാം ഡിസ്റ്റൈൻഡ് ആണ്, നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണെല്ലാം കേട്ടോ. നെക്സ്റ്റ് ഒരു നോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ അടുത്തത് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്, എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് യു ഡിസേർവ് ലവ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളെ ഒന്ന് സ്നേഹിക്കൂ. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ സ്നേഹം അർഹതപ്പെട്ടവരാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ളവരാണ്. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നു. കെമിസ്ട്രിയാണ് നിങ്ങൾക്കിടയിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു കെമിസ്ട്രി നിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നു. എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ഈ കാർഡ് ഇച്ചിരി ന്യൂഡിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ കാർഡ് വരുമ്പോൾ എപ്പോഴും പൊത്തിപ്പിടിക്കുന്നത്. എന്തിനാണ് ആ കാർഡ് പൊത്തിപ്പിടിച്ചെന്ന് എപ്പോഴും ചോദിക്കും. ഈ കാർഡൊക്കെ അങ്ങനെയാണ്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് സോൾമേറ്റ് ആയിരിക്കാനോ പാസ്റ്റ് ലൈഫ് കാർമിക്കോ പാസ്റ്റ് ലൈഫ് ലവേഴ്സോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയ ബന്ധമല്ല. എനിക്കങ്ങ് ഡൽഹി വരെ പിടിയുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയ ബന്ധമൊന്നും അല്ല. ഇതങ്ങ് കുറേ കാലമായി മൂത്ത് നരച്ചു പോയതാണ് കേട്ടോ. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളതാണ്. നിങ്ങളുടെ അടിവേര് വരെ തോണ്ടിക്കൊണ്ടേ ഒരു പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പെയിൻഫുൾ ആയിട്ടിരിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പെയിൻഫുള്ളായിട്ട് ഈ ബന്ധങ്ങളിൽ ഇങ്ങനെ ഉറച്ചിരുന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാപ്പി സൺഡേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തല്ലുപിടുത്തൊന്നും കൂടാതെ വെള്ളമടിക്കാനൊന്നും പോകാതെ മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.